ഒരു 10 വർഷം 15 വർഷം 20 വർഷം പഴക്കമുള്ളൊരു വിശ്വാസിയെ വിളിച്ചെന്ന് സംസാരിച്ചിട്ട് നമ്മൾ കേൾക്കാം, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ മറുപടി പറയും? ഒരു പ്രാവശ്യം ഒരാളോട് ചോദിച്ചു പറഞ്ഞു, അത് പാസ്റ്ററെ നമുക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? ചോദിച്ച പാസ്റ്ററെക്കൂടെ കൂട്ടി നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ? നല്ല മറുപടി അല്ലേ? 20 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസിയോട് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി ഏതാണ്? പോകുമെന്നോ സാധ്യതയുണ്ടെന്നോ എന്താണെന്നോ അറിഞ്ഞുകൂടാ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്നത് ഇതിനറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ നില. അതുകൊണ്ട് അവസരം കിട്ടുന്നിടത്തെല്ലാം പഠിപ്പിക്കാൻ അവസരമെടുക്കാറുണ്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തറപ്പിച്ച് നമ്മൾ പഠിക്കും. സംശയത്തിന് ഇടം നൽകത്തില്ല. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നില്ല, പക്ഷെ പഠിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടും ഉറപ്പിച്ച് തറപ്പിച്ച് പുസ്തകം എന്ത് പറയുന്നു എന്ന് ഗ്രഹിച്ച് പഠിച്ചേ പോകത്തുള്ളൂ. ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നമ്മളങ്ങനെ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഒരു വേദപുസ്തക പഠനത്തെ ഓർത്ത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, തുടർമാനമായി അതിൽ പങ്കെടുത്ത് പഠിച്ചാൽ വിശ്വാസിയുടെ നില മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ധൈര്യമുണ്ട് എനിക്ക് ആ കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, റെഗുലറായി ഇതിൽ അറ്റൻഡ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് വായിച്ച് നമുക്ക് വേണ്ടി പഠിക്കണം. ഒരിക്കൽ ബൈബിൾ ക്ലാസ് വെച്ചിട്ട് വിശ്വാസികളുടെ എല്ലാം കൂടെ ക്ലാസ്സിന് വേണ്ടി പാസ് ചെയ്ത് ക്ഷണിച്ചപ്പോൾ പറയാം, അയ്യോ ഞങ്ങളൊന്നും പഠിക്കേണ്ടത്, പാസ്റ്റർമാരല്ലേ ബൈബിൾ ക്ലാസ്സിൽ പോകുന്നത്. അവിടെ രീതിയിൽ ബൈബിൾ കോളേജിൽ പോകുന്നു പഠിക്കുന്നതൊക്കെ ആരാ? പാസ്റ്റർമാരെ. വിശ്വാസികൾക്ക് വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ തിരിക്കുകയാണ്. സഭയിലെ ഓരോ വിശ്വാസിക്കും പഠനം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗൗരവമായ പാഠത്തിലേക്ക് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഒന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചില ക്ലാസ്സുകളോടുകൂടെ ഗൗരവമായൊരു പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെക്കുറിച്ച്, അതായത് സഭയെക്കുറിച്ചൊന്ന് പഠിക്കും. നന്നായിട്ട് പഠിക്കും, വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ സന്തോഷമുള്ളവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നാണ് വേദപുസ്തക പഠനത്തിൻ്റെ പ്രാധാന്യമുണ്ട്, എന്തുകൊണ്ട് പഠിക്കണം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വായിക്കാം ഒരു വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യം നമ്മൾ വായിക്കണം. മത്തായി സുവിശേഷം 28-ന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് നിർത്തി ശബ്ദവൃത്തി വായിക്കാം. പഠനത്തിൻ്റെ അല്ലെങ്കിൽ പഠിപ്പിക്കലിൻ്റെ അധ്യാപനത്തിൻ്റെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യം, അത് നമ്മോട് ആദ്യമായി സംസാരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇവിടെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന കർത്താവിൻ്റെ അന്ത്യകൽപ്പന എന്നാണ് പറയുന്നത്. എന്താ ഈ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ? നമ്മളിങ്ങനെ വായിക്കുന്നു,
എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. അടുത്ത് നോക്കുക. യേശു അടുത്ത് ചെന്നു, എന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഒരു കമാൻഡ്മെൻ്റ് കൊടുക്കാൻ പോവാണ്, ഒരു വലിയ കൽപ്പന. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. അതിൻ്റെ ഒന്നുണ്ട് വിശദീകരണങ്ങളിലേക്ക് ചിന്ത കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ആ കൽപ്പന കൊടുക്കുന്നതിന് മുൻപ് യേശു അവരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വാസ്തവത്തിൽ യേശു തന്നെ അവർക്കൊന്ന് റിവീൽ ചെയ്യുക, ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ഞാൻ ആരാണ്? യേശുവിനെ ശിഷ്യന്മാർക്ക് പരിചയമുണ്ടല്ലോ, 3.5 വർഷം നല്ല പരിചയമാണ്. പക്ഷെ ഇപ്പോൾ കാണുന്ന നിലയിലല്ല അവർ പരിചയപ്പെട്ടിരിക്കുന്നത്. യേശു അവർക്ക് തന്നെ വെളിപ്പെടുത്തി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിനെ അവിടെ നിന്ന് കണ്ടേ, നമുക്കൊന്ന് പഠിച്ച് ഗ്രഹിച്ചു പോകാം ധ്യാനത്തോടുകൂടി. ഈ വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ റെവലേഷൻ അവർക്കൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു വലിയ നിയോഗം കൊടുക്കാൻ പോവാണ്. ആ നിയോഗം വളരെ വലുതാണ്. അപ്പം ആ നിയോഗം അവരെ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ അവരെ അതിനുവേണ്ടി നിയോഗിക്കുന്ന ആളാരാണെന്നുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള, അവിടെ മനസ്സ് നല്ലപോലെ ആ വാക്കിലൂടെ കയറിപ്പോയിക്ക്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രസംഗമല്ല, പഠനമാണെന്നാലും അവിടെ നിന്നുകൊണ്ട് ചോദിക്കട്ടെ, ഇതിന് തുല്യമായി നിൽക്കാൻ മറ്റൊരാൾ ലോകത്തിലുണ്ടോ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ലഭിച്ച യേശുവിനെ പോലെ ഒരാൾ വേറെ ലോകത്തിലില്ല. അപ്പം നമ്മെ ഒരു നിയോഗം തന്ന്, ഒരു ദൗത്യം തന്ന് നമ്മളെ അയക്കുന്നയാൾ നമ്മുടെ കർത്താവാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്, അതാ കുറേക്കൂടെ ശരിയെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മളെ ബാക്കപ്പ് ചെയ്യുന്നത് ഈ വ്യക്തിത്വമാണ്. ഇവിടെയാണ് ദൈവത്തിൽ നിന്ന് നിയോഗം ഏറ്റെടുക്കുന്ന ഓരോ ദൈവത്തിൻ്റെ ദാസനും ശക്തീകരിക്കപ്പെടേണ്ടത് അവിടെയാണ്, വെളിപ്പാടവിടെയാണ്. എന്താ ശിഷ്യന്മാരോട് പറഞ്ഞതെന്ന് നോക്കിയേ. അടുത്ത വാക്യത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഓക്കെ, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെട്ട് ആ ആ ആ ആ എന്താ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ആകയാൽ, അതുകൊണ്ട്, ഏതുകൊണ്ട്? അവൾ പഠിക്കുക, ചർച്ചയാണ്.
ഏതുകൊണ്ട്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ആകയാൽ നിങ്ങളെന്ത് ചെയ്യണം? പുറപ്പെടണം. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ രസമാണ്. ഗോ ye therefore, നിങ്ങൾ പോകണം. ശിഷ്യന്മാരോട് പറയാ പോകണം, ഇരിക്കാനല്ല പറയുന്നത്. എന്ത് ചെയ്യണം? പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ആ ആ ആ ആ ദൈവം കൊടുക്കുന്ന നിയോഗം സകല ജാതികളെയും ശിഷ്യന്മാരാക്കുക. To make all the nations disciples. അതിൻ്റെ തനതർത്ഥത്തിൽ നമ്മുടെ അകത്തോട്ട് കയറട്ടെ. ഒരു വർഗത്തെ അല്ല, ഒരു ജാതിയല്ല, ഒരു രാഷ്ട്രത്തെ അല്ല, സകല ജാതികളും എന്നവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. ഓൾ ദ നേഷൻസ്, എല്ലാ രാഷ്ട്രങ്ങളെയും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം? എൻ്റെ ശിഷ്യന്മാരാക്കണം. പോകാൻ പറയുന്നു. എന്തിനു വേണ്ടിയാണ് പോകേണ്ടത്? എവിടെ വരെയാണ് പോകേണ്ടത്? നമ്മൾ ഒന്ന് പഠിച്ച് പോവുകയാണേ. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചപ്പോൾ എവിടെ വരെ പോകണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. 1:8 ഒന്ന് വായിച്ചു പോകാം നമുക്ക്. അപ്പൊ എവിടെ വരെ പോകണം? പോകുക എന്ന് കർത്താവ് പറഞ്ഞു. ഗോ ടു വാട്ട് എക്സ്റ്റെന്റ്? എവിടെ വരെ പോകണം? up to the end of the world. ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ള നിയോഗമാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അപ്പം ആ നിയോഗം നമുക്കുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച്, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിൽ എവിടെ വരെ പോകണം? പെട്ടെന്ന് നമ്മുടെ തലയിൽ വിദേശയാത്രയെക്കുറിച്ച് കയറണ്ട. അതങ്ങ് തലയ്ക്ക് പിടിച്ച് മത്ത് പിടിച്ച് കിടക്കാണ് ആത്മീയ മണ്ഡലത്തിൽ. ഇത് കർത്താവ് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞത് സാക്ഷികളാകാനാ. അതാ നമുക്കൊന്നുകൂടെ നോക്കാം. ഭൂമിയുടെ അറ്റത്തോളം പോകണം. എന്തിനു വേണ്ടി പോകണം? ടു മേക്ക് ഡിസൈപ്പിൾസ്, സാക്ഷികളാക്കാൻ പോകണം. എന്തിനു പോകണം? ശിഷ്യന്മാരാക്കാൻ പോകണം. ശിഷ്യന്മാരാക്കാൻ പോകണം. അപ്പോൾ കർത്താവിന് വേണ്ടത് ആരെയാണ്? പറഞ്ഞോ, ഡിസൈപ്പിൾസിനെയാണ് വേണ്ടത്. സഭയ്ക്ക് വേണ്ടത് ആരെയാണ്? ശിഷ്യന്മാരെ. മറക്കല്ലേ, ആര് പറഞ്ഞതായത്? സഭാനാഥൻ. നമ്മൾ സഭയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. 1-2 പാഠങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ കിട്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കയറുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, മേക്ക് ഡിസൈപ്പിൾസ്. ഒരാളെ അല്ല, ആരെയൊക്കെ? സകല രാജ്യങ്ങളെയും സകല രാഷ്ട്രങ്ങളെയും ശിഷ്യന്മാരാക്കാൻ പറഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ശിഷ്യന്മാരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ബപ്റ്റൈസിംഗ് ദം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും.
അടുത്തത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കത്തക്ക നിലയിൽ പഠിപ്പിച്ചെൻ്റെ ശിഷ്യരാക്കുക. ഇവിടെ ശ്രദ്ധിക്കണ്ട കേട്ടോ. എങ്ങനെ ശിഷ്യരാക്കണം? ഒന്ന്, നമ്പർ 1, സ്നാനപ്പെടുത്തി. നല്ല ഉണ്ട്. നമ്പർ 1 അങ്ങനെയല്ല കൊടുത്തേക്ക്. ഒന്ന് നോക്കിയാൽ വാക്യം നോക്കിയാൽ വായിച്ചു ഈ വാക്യം നമ്മൾ ഈ പാഠം കഴിയുമ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഹൃദയസ്ഥമായിരിക്കണം. അങ്ങനെ പഠിച്ചാൽ പോകുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചപ്പോൾ ശിഷ്യത്വത്തിലേക്കുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് സ്നാനമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ഒരു ചോദ്യം, നമ്മളങ്ങോട്ട് ചെന്നാൽ ഉടനെ ഒരാളോട് സ്നാനപ്പെടണമെന്ന് പറയാൻ പറ്റുമോ? ഒരാൾ സംസാരിക്കുക, ഉടനെ ഒരാൾ കണ്ണൂട്ടി ഉടനെയാണ് ഈ സ്നാനപ്പെടണം എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ അയാൾ സുവിശേഷം കേൾക്കുമോ? സ്നാനപ്പെടുമോ? പറഞ്ഞ് ചർച്ചയ്ക്കുള്ള അവസരമുണ്ട് കേട്ടോ. അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഫ്രീയാണ്. ഇല്ല. അപ്പോൾ അങ്ങനെ സ്നാനപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് അണ്ടർസ്റ്റുഡ് ആവണേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സാക്ഷികളാകണം. മർക്കോസിന്റെ സുവിശേഷം എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 16 വരെ. അതെ, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? സകല സൃഷ്ടികളോടും പഠിക്കുകയാണ്, പ്രസംഗിക്കാതിരിക്കുകയല്ലേ, സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെയാണെങ്കിൽ ബാപ്റ്റിസം എന്നുള്ളതിൻ്റെ തൊട്ട് പുറകിൽ സംഭവിക്കേണ്ടത് എന്താണ്? പുറകെ പറ. സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷം പങ്കുവയ്ക്കണം. അതവിടെ അണ്ടർസ്റ്റുഡാണ്. അതിനായി വാക്യം ചേർത്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇതുണ്ട്. അത് മത്തായി 16:15 മർക്കോസ് 16:15 കിടക്കുന്നത്. അവിടെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കുന്നവൻ, അല്ലേ പറഞ്ഞത്? വായിച്ചേ, മർക്കോസ് 16:15. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ വാക്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ അവിടെ തന്നെ സ്നാനമേൽക്കുന്നതിന് മുൻപ് എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു? സുവിശേഷം പങ്കുവയ്ക്കണം. പ്രസംഗമാകാം, പങ്കുവയ്ക്കലാകാം, ഷെയറിംഗ് ആകാം, എന്തുമാകാം. പക്ഷേ സുവിശേഷം അവിടെ പങ്കുവയ്ക്കലാണ്. സുവിശേഷം കേൾക്കുന്നതിന് എന്തിലേക്ക് വരുന്നു? വിശ്വാസത്തിലേക്ക് വരുന്നു. വിശ്വസിക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവിടെ യേശു പറഞ്ഞ സകല ജാതികളെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നതിന് തൊട്ട് പിറകിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? സുവിശേഷത്തിൻ്റെ പങ്കുവയ്ക്കലുണ്ട്. ചെന്ന ഉടനെ പിടിച്ചു മുക്കുകയല്ല. അത് ഈ അനുവദിച്ചിട്ടുമില്ല. ഇന്ന് സുവിശേഷ വിരോധം കൊടുമ്പിരി കൊള്ളുക, ഈ കൂടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ യേശു അങ്ങനെയൊന്നും ആരെയും
നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി ശിഷ്യന്മാരാക്കുവോ? കർത്താവ് പറഞ്ഞാൽ എത്രായിരം പേര് വരാനുണ്ടായിരുന്നല്ലേ ആ കാലയളവിൽ? എത്രായിരം പേര് അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല. ദൈവം സ്പെസിഫിക്കായിട്ട് വിളിച്ചവരെ തന്നെ ചേർത്താവുണ്ടാവില്ലേ? അതിന് പിന്നിൽ വേറെ ദൈവ ശാസ്ത്രപരമായ ആസ്പെക്റ്റ് ഉണ്ട്, പ്രവർത്തിക്കട്ടെ. പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ, ഇതെല്ലാം ഉണ്ട്. നമുക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കാൻ പുറകെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അവരെ പ്രസംഗം ചെയ്ത് നീക്കും പറയും, എൻ്റെ ഫ്രണ്ട് സഹോദരന്മാരെ പേടിക്കണ്ട. യേശു ആളുകളെ കൂട്ടമായി പിടിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല. ഞാൻ കർത്താവ് നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു യേശു വരണ്ടെന്ന് പറഞ്ഞു വിട്ടയാളാണ്. നിങ്ങൾ വിഷമിക്കട്ടെ, ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെടാനുള്ള മാർഗം വിളിച്ചു പറയുകയാണ്, പച്ചയായി വിളിച്ചു പറഞ്ഞ് നമ്മൾ സുവിശേഷം പറഞ്ഞു പോവുക. അപ്പോൾ വിശ്വസിക്കുന്നവൻ അവനെന്ത് ചെയ്യും? സ്നാനപ്പെടും. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജോലിയാണ് സുവിശേഷം പങ്കുവയ്ക്കുക. നമ്മളതിൻ്റെ മറ്റൊരു പാഠത്തിലേക്ക് ഞാനിത് പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് വരാൻ പോവാം. അപ്പോൾ സുവിശേഷം പങ്കുവയ്ക്കണം. സുവിശേഷത്തിന് പങ്കുവയ്ക്കലിൻ്റെ ഫലമായിട്ട് വിശ്വാസമുണ്ടാകണം. അങ്ങനെ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അപ്പോൾ ഡിസൈപ്ലിങ്ങിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ ഇവിടുത്തെ ഒന്നാമത്തെ പടിയെന്ന് പറയുന്നത് സ്നാനമാണ്. ആ സ്നാനം വിശ്വസിക്കുന്നവൻ സ്നാനപ്പെട്ടാൽ മതിയെന്നാണ്. അത് ശ്രദ്ധിച്ചോണം. നല്ലപോലെ വിശ്വസിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിശ്വാസം വന്നിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, മാനസാന്തരം വന്നിട്ടുണ്ടോ എന്നൊക്കെ നന്നായി തിരിച്ചറിഞ്ഞിട്ട് സ്നാനപ്പെടുത്താവൂ. സഭയിൽ എണ്ണം കൂട്ടാനായിട്ട് സ്നാനം ചെയ്യരുത്. നന്നായിട്ട് മാനസാന്തരപ്പെടും. സ്നാനം അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക. കർത്താവിൻ്റെ സഭയ്ക്ക് തന്നിരിക്കുന്ന 2 സഭാ ഭാഷയിൽ പറഞ്ഞ കൂദാശകൾ, സാക്രമെൻറ്റ്സ് 2 ഉള്ളൂ. ഒന്ന് ഈ സ്നാനം, മറ്റൊന്ന് കർത്താവിൻ്റെ മേശ. ഈ 2 ഉള്ളൂ. അതും കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ്. അത് ചെയ്യാൻ കർത്താവ് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 22:17 പെട്ടെന്നൊന്ന് വായിച്ചേ. ലൂക്കോസ് 22:17-20. ആ ആ ആ ആ ആ ആ മതി. അപ്പം ഇത് 2 ദൈവം കൽപ്പിച്ചിരിക്കുക. ആചരണത്തിന് വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി കർമ്മങ്ങളായി ദൈവം സഭയ്ക്ക് തന്നിരിക്കുക 2 കാര്യങ്ങൾ. ഒന്ന് ബാപ്റ്റിസം, സ്നാനം. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-19 ആ വാക്യങ്ങളിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞിരിക്കും. സ്നാനം. 2 കർത്താവിൻ്റെ മേശ ആചരിക്കാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങളല്ലാതെ സഭ ആചരിക്കാനായിട്ട് ദൈവം പറഞ്ഞ മറ്റൊരു കാര്യമില്ല. പഠിച്ചു പോണേ. നിങ്ങളിത് പഠിച്ചിട്ട് മറ്റുള്ളവർ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഇത് പഠിച്ച് അവരുമായിട്ട് ഗ്രഹിപ്പിക്കാനായിട്ടാണ് ഈ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾ, സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ വരിച്ചു പെറുക്കി നോക്കിയാൽ വിശ്വസിക്കുന്നയാൾ ആചരിക്കാൻ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സ്നാനം, മറ്റൊന്ന് കർത്താവിൻ്റെ മേശ. ഇത് 2 ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവുമായിട്ട് ശക്തമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏത്? സ്നാനവും
കർത്താവിൻ്റെ മേശയും ക്രൂശുമരണമായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരാക്കുന്നത്: ഒന്ന്, സ്നാനപ്പെടുത്തി; രണ്ട്, പഠിപ്പിച്ച്. ഇവിടെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. വേദപുസ്തക പഠനത്തിൻ്റെ പ്രസക്തി, ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞിരിക്കുന്നു, പഠിപ്പിച്ച് ശിഷ്യരാക്കാം. അല്ലാതെ പഠിപ്പിക്കാതെ ശിഷ്യന്മാരാക്കാൻ പറ്റുമോ? ഇപ്പോൾ പഠിപ്പിക്കാതെ ആരെയെങ്കിലും നമ്മളെ കൂടെ കൂട്ടിയെങ്കിൽ, മറുപടി പറഞ്ഞേ. പഠിപ്പിക്കാതെ ഒരാളെ നമ്മളെ കൂടെ കൂട്ടിയെങ്കിൽ അദ്ദേഹം ആരായിട്ടില്ല? അങ്ങനെ ഒരാളെ കർത്താവിന് വേണോ? കർത്താവ് പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്യാതെ, ചെയ്തു കൊടുക്കാതെ, അതിലേക്ക് ഒരാളെ ആക്കിയെടുക്കാതെ ആ വ്യക്തിയെ നമുക്ക് യേശുവിന് കൊള്ളാവുന്നതിലേക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ? മറുപടിയില്ല. എനിക്കിങ്ങോട്ട് മറുപടി കിട്ടണം. എതിരുണ്ടെങ്കിൽ പറഞ്ഞു പോകണം കേട്ടോ. നമ്മോട് തല്ലുംപിടിയൊന്നുമില്ല. വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് പഠിപ്പിച്ചാണോ കൊണ്ടുവന്നേ? എന്ത് പഠിച്ചു? എന്ത് പഠിപ്പിച്ചു? എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? കുറ്റപ്പെടുത്തലല്ലേ? നന്നായിട്ട് വിശകലനം ചെയ്ത് നമുക്ക് കണ്ടെത്തൽ ആവശ്യമാണ്. പഠിപ്പിക്കുക. ഇനി അടുത്തത്, എന്താ പഠിപ്പിക്കേണ്ടത്? എന്ത് പഠിപ്പിക്കണം? അവിടെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് പഠിപ്പിക്കണമെന്ന്. All that I have commanded to you. നിങ്ങളോട് ഞാൻ എന്ത് കൽപ്പിച്ചോ അത് മുഴുവൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവരത് അനുസരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ച്. ആ കൽപ്പനയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഒന്ന് ചിന്തിച്ചേ നല്ലപോലെ. ശിഷ്യന്മാരോട് പറയാ, 11 വരെ ഉള്ളൂ. ഞാൻ നിങ്ങളോട് എന്തെല്ലാം കൽപ്പിച്ചോ അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? അവരത് അനുസരിക്കാൻ എന്നോട് പറഞ്ഞാൽ അവരത് അനുസരിക്കത്തക്ക നിലയിൽ അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അനുസരണം കെട്ട ഒരെണ്ണം ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ? എൻ്റെ കൂടെ വാ. നിങ്ങൾ ഒത്തിരി അകലെയാണ് നിൽക്കുന്നത് കേട്ടോ, മനസ്സുകൊണ്ട്. ഈ പഠിപ്പിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ടതിന് വേണ്ടി ഈ ശിഷ്യന്മാരവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരത് പഠിച്ചനുസരിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ അനുസരണം കെട്ട ഒരെണ്ണം ഉണ്ടാകുമോ? പറ, ഒന്ന് ഉറക്കെ പറ. പിന്നെ അനുസരണം കെട്ടത് ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ ഒരു കുഴപ്പമാണ്. പഠിപ്പിക്കാനില്ല അല്ലേ? ആണോ? മുക്കുന്നുണ്ട്. അത് ഇഷ്ടംപോലെ നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട്. കിട്ടുന്നതിനെല്ലാം നമ്മൾ മുക്കികളെ. ചത്തില്ലേലും നമ്മൾ കൊണ്ട് പൊഴിച്ചിടും. സാധനത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ, പഠിക്കാം. ചെയ്യരുത്. മുക്കൽ മാത്രം പോരാ, ബാക്കി എന്തുകൂടെ വേണം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൂടെ വേണം.
പഠിപ്പിക്കണം. ഇതാണ് പഠിപ്പിക്കലിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. കാരണം യേശു കൽപ്പിച്ചിരിക്കുന്നു എന്ത് ചെയ്യാൻ? പഠിപ്പിക്കാൻ യേശു പറഞ്ഞിരിക്കുന്നു. പഠിപ്പിച്ച് ശിഷ്യരാക്കാനാണ്. ഞാൻ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിച്ച് നമുക്ക് അടുത്ത പഠനത്തിലേക്ക് പോകാം. ദൈവസഭ എന്ന ആളുകളെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. വിശ്വാസികളെന്ന് വിളിക്കും. നമ്മൾ വർത്തമാനകാലത്ത് സഭയുടെ പേരിൽ അറിയപ്പെടുന്നത്. പൊതുവെ ബന്ധുക്കൂസുകാരെന്നറിയപ്പെടും. പിന്നെ അതിന് ഓരോ ക്ലാസിഫിക്കേഷനൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഡിനോമിനേഷണൽ നെയിമിൽ അറിയപ്പെടുന്നത്. പക്ഷെ ദൈവസഭയ്ക്ക് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ശിഷ്യൻ അതൊരു കോസ്റ്റ്ലി, വളരെ വില പിടിച്ചൊരു പദമാണ് ശിഷ്യൻ എന്നുള്ളത്. ശിഷ്യൻ എന്ന വാക്കിനെ ഗ്രീക്കിൽ മത്തേറ്റസ് എന്നുള്ളൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പഠിക്കുന്നവൻ, ലേണർ ആൻഡ് ലിസണർ. പഠിക്കുന്നവൻ, ശ്രദ്ധിക്കുന്നവൻ, മറ്റൊന്ന് അനുഗമിക്കുന്നവൻ. അപ്പം നമ്മെക്കുറിച്ച്, നിങ്ങളെ വചനം പങ്കുവയ്ക്കുന്ന എന്നെക്കുറിച്ച്, ഇവിടെ വന്നിരിക്കുന്ന ഓരോ ദൈവ പൈതലിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കൽപ്പന നമ്മൾ ശിഷ്യന്മാരാകണം. പഠിച്ച് ശിഷ്യന്മാരാകണം. പഠനം. ഞാൻ ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അത്രയും ഭാഗം പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ബൈബിൾ സ്റ്റഡി എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വാക്യത്തിൽ ഉത്തരവുണ്ട്. പറഞ്ഞേ, യേശു പറഞ്ഞിരിക്കുന്നു പഠിപ്പിക്കാൻ. യേശു പറഞ്ഞിരിക്കുന്നു പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കാൻ. ഈ പാറ്റേണിനെ യേശുവിനെ ശിഷ്യന്മാരാക്കിയെടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ വഴി കൂടി ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊന്നും ആർക്ക് ശിഷ്യന്മാരാകാനും പറ്റത്തില്ല. അതുകൊണ്ട് വേദപുസ്തക പഠനം കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇത്രയും കാര്യങ്ങളില്ലല്ലോ. ഇത് നമ്മുടെ പ്രിലിമിനറിയാണ്, ഒരു ചോദ്യ ഉത്തരമൊക്കെയാണ്. നമുക്ക് അടുത്ത പാഠങ്ങളിലേക്ക്, ഗൗരവമായ ചില പാഠങ്ങളിലേക്ക് പോകുന്നുണ്ട്. മറ്റൊന്ന്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 8:32. ആ പാരഗ്രാഫ് ആരംഭിക്കുമ്പോൾ മുതൽ വായിച്ചു. നമ്മളെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, ശ്രദ്ധിച്ചോണേ, യേശു ആരോടെ പറയുന്നേ? ആ വാക്ക് നോക്കിയേ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു. അപ്പോൾ യഹൂദന്മാരിൽ ഒരു മൈനർ ഗ്രൂപ്പ് യേശുവിൽ വിശ്വസിച്ചു കേട്ടോ. വിശ്വസിച്ചവരോട് യേശു പറയുക, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അവിടെ പിന്നെ വായിക്കുമ്പോൾ, നിങ്ങൾ എവിടെ നിലനിൽക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച, ഞാൻ നിങ്ങളോട് പങ്കുവച്ച എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. നമ്മൾ ശിഷ്യത്വത്തിന് മുമ്പിൽ ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ പഴുതില്ലാത്ത ലക്ഷ്യം എന്താ, ഉദ്ദേശം എന്താണ്? ആ വാക്യത്തിൽ നിന്ന് മറുപടി പറഞ്ഞേ, നാം കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം.
നാം കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ വചനം അറിയണ്ടേ, വചനം പഠിക്കണ്ടേ. അവിടെ കർത്താവ് അവരോട് യഹൂദന്മാരോട് സംസാരിച്ചു കൊടുത്തു. നമുക്ക് അതറിയണം, നമ്മെ അത് പഠിപ്പിക്കണം, നാം അത് പഠിക്കണം. നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരാകും? ആ പദമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വാസ്തവമായി, ആ പദം വിട്ടുകളയരുത്. നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായിട്ട് നിങ്ങൾ എന്തറിയും? സത്യം അറിയും. കേട്ടോ കേട്ടോ കേട്ടോ. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ആ ഭാഗത്ത് നമ്മളൊന്ന് കടഞ്ഞെടുത്ത് പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ, അങ്ങനെ നിലനിൽക്കുന്നവൻ എന്തറിയും? സത്യമറിയും. സത്യമറിഞ്ഞാൽ അവൻ സ്വതന്ത്രനാകും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം നാം സ്വതന്ത്രരായിരിക്കണമെന്നാ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? നാം ഫ്രീഡം എൻജോയ് ചെയ്യണമെന്ന്. ആര് തരുന്ന ഫ്രീഡം? യേശു ക്രിസ്തു തരുന്ന ഫ്രീഡം. ആ ഫ്രീഡം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളെ സത്യം അറിയണം. ചില ടഫാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത ദിവസം, ഞാനങ്ങനെ ഫേസ്ബുക്ക് അധികം ഉപയോഗിക്കുന്ന ആളല്ല, കുറച്ച് അത്യാവശ്യം മെസ്സേജ് പങ്കുവയ്ക്കണം എന്നുള്ളത് കൊണ്ട് പലരുടെയും താല്പര്യപ്രകാരം അതിനുവേണ്ടി മാത്രമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബന്ധക്കോസ് ചെറുപ്പക്കാരൻ്റെ ഇത് കണ്ടു. അവന് ബന്ധക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു കൾട്ടാണ്. നിങ്ങളൊക്കെ ആരെങ്കിലും വായിച്ചു കാണും. കൾട്ടാണ് അത്. സ്വാതന്ത്ര്യമില്ല, മറ്റുള്ളവരെ സ്നേഹിക്കരുത്, ഹിന്ദുക്കളോട് മുസ്ലിങ്ങളോട് അവരുടെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി പിടിച്ചു കെട്ടുന്ന അനുഭവം പറഞ്ഞാൽ ഒത്തിരി ഇത് കൊടുത്തു. എനിക്ക് ആ ചെറുപ്പക്കാരനെ കുറിച്ച് സങ്കടം തോന്നിപ്പോയി. വാസ്തവത്തിൽ അവനൊരു അടിമയാണ്, അവനൊരു സ്ലേവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാനൊക്കെ എത്ര ഫ്രീഡമാണ് കർത്താവ് എൻജോയ് ചെയ്യുന്നറിയാവോ? ഇത് നല്ല ധൈര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ അടിമയാണെങ്കിലും ഐ എം എൻജോയിങ് ദ ഫ്രീഡം ഇൻ ഇറ്റ്സ് ഫുൾ ലെങ്ത്. പക്ഷെ അവന് അരുത്, പോകരുത്, ചെയ്യരുത്, നോക്കരുത്, കാണരുത് എന്നൊക്കെ പറഞ്ഞ് അരുതുകൾക്കകത്ത് അവനെ പിടിച്ചിട്ടിരിക്കുക. ഇതൊന്നുമല്ല ക്രിസ്ത്യാനിറ്റി. നമ്മുടെ സഭകൾക്ക് സംഭവിക്കുന്ന വലിയ ദൂഷ്യമാണ്. ചെറുപ്പക്കാർ കിട്ടാനില്ലല്ലോ. കേട്ടോ, പ്രസംഗമല്ലേ, എന്നിടയ്ക്ക് അങ്ങ് പങ്കു പോവാ. എന്നെക്കുറിച്ച് ചെറുപ്പക്കാർ ദേ ആർ മിസ്സിങ്, വേറെ പണിക്ക് പോവുക. പിന്നെ ചിലർ പറയും നൂജൻ്റെ കൂട്ട് കയറി ചാടിച്ചെന്ന് കയറുക. എന്താ കുഴപ്പം? ഫ്രീഡം ദൈവം യേശു ക്രിസ്തു ഓഫർ ചെയ്തൊരു ഫ്രീഡം ഉണ്ട്. അത് ഈ തിരുവചനത്തിൻ്റെ അറിവിലും അതിൻ്റെ അനുഷ്ഠാനത്തിലുമായിരിക്കുന്നത്. നമുക്ക് വേണ്ടത് പക്ക ടീച്ചിങ്, പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അതങ്ങോട്ട് പഠിച്ചു ഗ്രഹിച്ചു വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അവൻ ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കാരണം ആ പഠനത്തിലൂടെ അവൻ ഹി വിൽ നോ ദ ട്രൂത്ത്. സത്യം അറിയണം. സത്യം അറിഞ്ഞാൽ സ്വതന്ത്രരാകും. അപ്പം എന്തിനാ വചന പഠനം? അവിടെ നിന്ന് മനസ്സിലാക്കി പറ. എന്തിനാ പഠിക്കുന്നത്? സത്യമറിയാൻ. തീർന്നില്ല, സ്വതന്ത്രരാകാൻ. സ്വാതന്ത്ര്യം അത് ദൈവവചനത്തിൻ്റെ അറിവിലും പ്രയോഗത്തിലുമാണ്. തൽക്കാലം ഞാൻ അവിടെയും നിർത്തുന്നു. അപ്പോൾ വേദപുസ്തക പഠനം സ്വാതന്ത്ര്യം അതിൻ്റെ ഫുൾ ലെങ്ത്തിൽ അനുഭവിക്കണമെങ്കിൽ വേദപുസ്തക പഠനം ആവശ്യമാണ്. നമ്മളോട് പറയുന്ന അവരുടെ വചനത്തിൽ നിലനിൽക്കണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാൻ പോവാണേ.
മൂന്നാമത്തത് ഞാനത് പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ടു നോ ദ ട്രൂത്ത്, സത്യമറിയാൻ നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു. തേർഡ്, രണ്ട് തിമോത്തിയോസ് 3:14 മുതൽ 17 വരെ. മൊത്തം വായിക്കേണ്ട, ഒരു വാക്യം ഞാൻ പറയുന്നത് വായിച്ചാൽ മതി. എൻ്റെ 16-ാം വാക്യം എന്ന് വെച്ചാൽ ആ ആ ആ എന്തിനാണ് അവിടെ വേദപുസ്തക പഠനം, തിരുവെഴുത്തിൻ്റെ ആപ്ലിക്കേഷൻ, പ്രയോഗമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ അത് നമ്മെക്കുറിച്ച് പറയുക. നമ്മൾ ആരുടെ മനുഷ്യന്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരുടെയാ? ശ്രദ്ധിച്ച് നല്ലപോലെ എനിക്ക് എൻ്റെ മുഖത്ത് നോക്കിക്കണം. നമ്മളാരാ? ദൈവത്തിൻ്റെ മനുഷ്യനാണ്. മാൻ ഓഫ് ഗോഡ്, വുമൺ ഓഫ് ഗോഡ്. നിങ്ങളെ അതിനകത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പുല്ലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. നമ്മളെക്കുറിച്ചുള്ള തിരുവെഴുത്തിൻ്റെ, തിരുവചനത്തിൻ്റെ, കർത്താവിൻ്റെ പ്ലാൻ, പദ്ധതി നമ്മളാരാകണം? തികഞ്ഞവരാകണം. ആരാകണം? തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. എന്താ പ്രയോജനമുള്ളത്? എല്ലാ തിരുവെഴുത്തും. ഇത് പൗലോസ് ആ കൺക്ലൂഡിങ് മെസ്സേജ് തിമോത്തിയോസിന് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 14-ാം വാക്യത്തിൽ, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കണം, ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുന്നു. തിമോത്തിയോസ് ബാല്യം മുതൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്ത്. അർത്ഥം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളതാണ്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന, രക്ഷയെക്കുറിച്ച് ജ്ഞാനിയാക്കുന്ന, രക്ഷയെക്കുറിച്ച് അറിവുള്ളവനാക്കി തീർക്കുന്ന തിരുവെഴുത്ത് നീ ബാല്യം മുതൽ അറിയുന്നുണ്ട്. അതുകൊണ്ട് അതിലെന്ത് ചെയ്യണം? നിലനിൽക്കുക. നീ തിരുവെഴുത്ത് ബാല്യം മുതൽ അറിയുന്നു. അതുകൊണ്ട് ആ തിരുവെഴുത്തിൽ നിലനിൽക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് പറയുന്നത്? അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും, നല്ല പ്രവർത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാണ്. നമ്മളെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ സൽപ്രവർത്തിക്ക് വക പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തി ചെയ്യാൻ കഴിവുള്ളവരാക്കി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രോസസ്സിനകത്ത് ഇടുക, ഒരു വലിയ മേക്കിംഗ് പ്രോസസ്സിനകത്ത് നമ്മളെ ഇട്ട് കൊടുക്കുക, ഒരു മെഷീനറിക്കകത്ത് ഇട്ട് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഒരു യോഗത്തിൽ വന്നിരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പോകുന്നതല്ല ഈ പരിപാടി. ദൈവത്തിൻ്റെ വചനമെന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയെ
നമ്മുടെ ദേഹത്തെ, നമ്മുടെ ദേഹിയെ, നമ്മുടെ ആത്മാവിനെ, ഇതിനെ മുഴുവൻ സമഗ്രമായി ബാധിക്കുന്ന, അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് വാസ്തവത്തിൽ ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്നുകൂടെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഇട്ടുകൊടുത്താൽ, അതിൻ്റെ ചിന്തയ്ക്ക് അത് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ഇട്ട് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മളായിത്തീരുന്നത് ഈ വചനത്തിന് കീടപിടിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി ദൈവം നമ്മൾ മാറ്റിയെടുക്കുക. പ്രസംഗിക്കാൻ വേണ്ടി വേദപുസ്തകം വായിക്കുകയല്ല, മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വേദപുസ്തക പഠനമല്ല, സ്വന്തം ജീവിതത്തെ ഈ പുസ്തകം പറഞ്ഞിരിക്കുന്ന നിലയിൽ വ്യക്തിയുടെ സ്വഭാവം, വ്യക്തിയുടെ പ്രവർത്തനം, വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആകത്തുകയെ ഉരുക്കി വാർത്തെടുക്കുന്ന പ്രക്രിയ. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ഈ കർത്താവിൻ്റെ വചനത്തിന് നമ്മളോട് എന്താ ആപ്ലിക്കേഷനാണ് ഉള്ളത്? ഇവിടെ നിന്ന് ഈ ക്ലാസ്സിൽ നിന്ന് വന്നിരിക്കുകയായി. ഇത് നമ്മെ എന്താക്കുന്നുണ്ട്? നമ്മുടെ ആത്മാവിലോട്ട് ഈ വചനം എത്രത്തോളം ഇറങ്ങിച്ചു നമ്മുടെ അകത്ത മനുഷ്യനിലോട്ടെ ഉണ്ടോ? നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ടോ? നമ്മുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനെ ഇത് സ്വാധീനിക്കുന്നുണ്ടോ? വടക്കാളിയായ ഒരു മനുഷ്യൻ, ഉദാഹരണം പറയാണ്, ഇവിടെ എല്ലാവരും കുഴപ്പമില്ലാത്ത ആളുകളാണ്. വടക്കാളിയായ ഒരു മനുഷ്യൻ, അയാൾ പയ്യെ വചനം കേട്ട് അടുത്തോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഈ വചനം അദ്ദേഹത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് അയാളുടെ ആ വഴക്കുണ്ടാക്കുന്ന പ്രകൃതത്തെ ഈ വചനം അങ്ങോട്ട് ഷാർപ്പായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് അവനെ രൂപപ്പെടുത്തുന്നുണ്ടോ? അറിവിന് വേണ്ടി ആണോ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ അറിവിന് വേണ്ടി മാത്രമല്ല, എന്നെ സ്വാധീനിക്കാത്ത, എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാത്ത ഒരറിവ് കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ഈ വചനം എത്ര ഇറങ്ങി ചെല്ലുന്നുണ്ട്? ഈസ് ഇറ്റ് ട്രാൻസ്ഫോമിങ് അസ്? നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടോ? പഠനമാണ്. പഠനത്തോടുകൂടെ പ്രായോഗികതയുടെ നേരെ വിരൽ ചൂണ്ടാതെ പുസ്തകം പറയാൻ പറ്റത്തില്ല. ഇവിടെ തലയ്ക്കകത്തോട്ട് കയറാനുള്ള നെഞ്ചിനകത്തോട്ട് ഇറങ്ങാനാണ്, അല്ല ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട. നമുക്ക് മാറണ്ടേ? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കണം. He must be equipped to do all good works. ഏത് നല്ല പ്രവൃത്തിയും ചെയ്യാൻ കരുത്തുള്ളവനാക്കി അവനെ തീർക്കാൻ ദൈവത്തിൻ്റെ ആ ഗോഡ് ബ്രീത്ത്ഡ് സ്ക്രിപ്ചർ തന്നിരിക്കുക. പ്രസംഗിക്കുന്ന ഉപദേശി ഉൾപ്പെടെ, കേൾക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഈ വചനം ഇറങ്ങിച്ചെന്ന് ട്രാൻസ്ഫോം ചെയ്യുക. റിസർച്ച് നടത്തി പേപ്പർ പ്രസന്റ് ചെയ്യാനായിട്ടല്ലത് പുസ്തകം തന്നിരിക്കുന്നത്, മറിച്ച്
ഇവിടെ പേപ്പർ പ്രസന്റേഷൻ പറയും നമ്മുടെ ജീവിതം തന്നെയാണ്. ഇതിനകത്തേക്ക് ദൈവത്തിൻ്റെ വചനം ഇറങ്ങി ദൈവത്തിന് കൊള്ളാവുന്ന നിലയിൽ അതിനെ രൂപപ്പെടുത്തി എടുത്തിട്ട് ഇതിനെ അൾട്ടിമേറ്റ് ആയിട്ട് സൃഷ്ടിച്ചോണ്ട് അങ്ങോട്ട് തന്നിരിക്കുക എൻ്റെ ജീവിതത്തെ. ഇതല്ലേ അതെവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തണം. വേദപുസ്തക പഠനം നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കുന്നതെന്നറിയാമോ? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുത്രന്റെ രൂപത്തോട് നമ്മളെ അനുരൂപരാക്കിയിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിന് വേണ്ടിയല്ലേ? കർത്താവേ, ഞങ്ങൾ ഈ വചനപഠനത്തിനായിട്ട് ഇവിടെ കൂടി വരുന്നത് കുറേ അറിവുകൾക്ക് വേണ്ടിയല്ല. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയെടുക്കുന്ന ആ പ്രക്രിയ അതിനിൽ സംഭവിക്കട്ടെ. അതിനാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ വചനം വിശ്വസിച്ച് അവിടുത്തെ ആത്മാവിൽ ഉറപ്പ് തരുന്നു. അതിനുവേണ്ടി മനസ്സ് തുറന്നാൽ പ്രവചിക്കാൻ പറ്റാത്ത പരിവർത്തനം പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കും. ഈ ക്ലാസ്സുകളിലൂടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഈ അനുഭവത്തിൽ പറയുക, ദാക്ഷ്യമില്ല. എന്നാൽ നമ്മളെ തന്നെ മറയ്ക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ഏൽപ്പിക്കുന്നു. നമ്മളത് ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യും. അപ്പോൾ വേദപുസ്തക പഠനം എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും പകം പാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, അത്ര പറഞ്ഞാൽ മതി. അങ്ങനെ തികഞ്ഞവനാകേണ്ടതിന് ഇതെന്തൊക്കെ ചെയ്യുമെന്നാണ് പിന്നെ പറയുന്നത് കേട്ടോ. തികഞ്ഞവനാകേണ്ടത് എന്തൊക്കെ ചെയ്യും? അതിൻ്റെ ബാക്കി നോക്കി. ടീച്ചിങ് കേട്ടോ. സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഇവനെന്ത് ചെയ്യും? ടീച്ച് ചെയ്യും, പഠിപ്പിക്കും. സന്തോഷമുണ്ടോ? വിഷമമാണോ? ഞാൻ നിങ്ങളുടെ മുഖം നോക്കിക്കൊണ്ടാട്ടോ ഇത് ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങളുടെ മുഖം നോക്കുമാരും. ഞാൻ നിങ്ങളുടെ നെഞ്ച് റീഡ് ചെയ്യുന്നുണ്ടാണ്, മനസ്സ് റീഡ് ചെയ്യുന്നുണ്ട്. അതിനെ മുഖത്ത് നോക്കുന്നത് അത് തീർന്നുണ്ടോ, തള്ളിക്കളയുകയാണോ, അസ്വസ്ഥരാണെന്നൊക്കെ എനിക്ക് ഇവിടെ ഇരിക്കും അറിയാം. എന്നാലും കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ പങ്കുവെച്ച് നമ്മളെ കടന്നുപോവുക. അറിവിന് വേണ്ടി മാത്രമല്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. വേണ്ടേ? നമുക്ക് രൂപാന്തരം വേണ്ടേ? വേണം. അപ്പോൾ അതിന് ടീച്ചിങ്, ഉപദേശത്തിനും. അടുത്തത് ഉപദേശത്തിനും ശാസനത്തിനും. വേദപുസ്തക പഠനത്തിൻ്റെ ഭാഗമായിട്ട് എന്തുകൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ശാസനം അല്ലേ? നിങ്ങളെല്ലാം പല സഭകളിലുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. ശാസനയുണ്ടോ അവിടെ? പക്ഷെ ശാസിക്കണമെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? ടീച്ച് ചെയ്തിരിക്കണം. അത് പഠിപ്പിക്കാത്ത സാറ് ഇങ്ങനെ കൈ ഇടറാ എന്ന് പറയാൻ പറ്റുമോ? 4-3-7 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് വിട്ടു. പിറ്റേ ദിവസം വന്ന് ചോദിച്ചു 4-3 എത്രയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവിടെ തല്ല് കൊടുക്കാം. പക്ഷെ തലേ ദിവസം പഠിപ്പിക്കാത്തയാളോ
ഇന്നത്തെ കാലത്താണെങ്കിൽ അത് പ്രശ്നമാണ് അല്ലേ? ഇപ്പോൾ പഠിപ്പിക്കാത്ത ആൾക്ക് ശാസിക്കാൻ പറ്റത്തില്ലെന്ന് കേൾക്കുന്നുണ്ടോ? എൻ്റെ മുഖത്തോട്ട് നോക്കിയത് എല്ലാവരും. പഠിപ്പിക്കാത്ത ആൾക്ക് ശാസിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിപ്പിച്ചാൽ പഠനത്തിനനുസരിച്ച് ശാസിക്കണം. വെറുതെ വഴക്കുണ്ടാക്കുകയല്ലേ. ഒരു നല്ല ടീച്ചർക്ക് അതിനുള്ള റൈറ്റുണ്ട്, അതോറിറ്റി ഉണ്ട്, ചെയ്തേ പറ്റൂ. പഠിപ്പിച്ചു വിടുന്ന, ഉപദേശിച്ചു വിടുന്ന വചനത്തിന് വിരുദ്ധമായി കാണിക്കുന്നതിന് എന്ത് ചെയ്യാം? പുസ്തകം ഇങ്ങനെ പറയും, നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞവനെ നശിപ്പിച്ചില്ലാതെയൊക്കെയല്ല, കറക്ഷനാണോ. ശാസനത്തിനും അടുത്ത വാച്ചേ ഓർക്കെ ഗുണീകരണം, കറക്ഷൻ, ഗുണീകരണം, നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ അവനെ അതിലിങ്ങനെ ട്രെയിൻ ചെയ്യുക. ഇതെല്ലാം എവിടെ നിന്ന് നടക്കേണ്ട കാര്യമെന്ന് അറിയാവും. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെ നടക്കുന്നതാണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെ നടക്കണ്ട? ഉറക്കെ പറ. ചർച്ചിൽ, സഭയിൽ, ശുശ്രൂഷകളുടെ ബന്ധത്തിൽ, ഓരോ വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നടക്കണം. അപ്പം നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാണ്. ഞാൻ 3 കാര്യങ്ങളാണ് ഊന്നൽ കൊടുത്ത് പങ്കുവച്ചത്. ഒന്ന്, പഠിപ്പിക്കലിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്ന്, കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഇത് ഇതുപോലെ തന്നെ കിടക്കണേ. വരുന്നവർ കഴിവതും ഈ പെനായി ബുക്കൊക്കെ ആയിട്ട് വന്ന് ഓരോ ഭാഗങ്ങളും ചോദിച്ചും പറഞ്ഞും സംസാരിച്ചും ഇങ്ങനെ വേണം പഠിക്കാൻ. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു പഠിപ്പിക്കാൻ. സകലജാതികളെയും ശിഷ്യരാക്കാൻ പറഞ്ഞിരിക്കുന്നു. 2 കാര്യങ്ങൾ ചെയ്ത്, അല്ലേ? സ്നാനപ്പെടുത്തി, പഠിപ്പിച്ചു. പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്ക്ലൂസീവ്നെസ് ഉള്ളത്. ഞാൻ കൽപ്പിച്ചത് മാത്രം പഠിപ്പിച്ചാൽ മതി, അങ്ങനെ എൻ്റെ അർത്ഥം. ഞാൻ കൽപ്പിച്ചത് മാത്രം പഠിപ്പിച്ചാൽ മതി, കൽപ്പിച്ചത് മുഴുവൻ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളെ തേടി സുവിശേഷങ്ങളിലൂടെ ഒരു യാത്ര വേണ്ടേ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാൻ സുവിശേഷങ്ങളിലൂടെ ഒരു യാത്ര, കർത്താവിൻ്റെ കൽപ്പനകൾ കണ്ടെത്താൻ, അത് പഠിപ്പിക്കണം. അത് അനുസരിക്കുന്നത് വരെ പഠിപ്പിക്കണം, അനുസരിക്കത്തക്ക നിലയിൽ പഠിപ്പിക്കണം. അപ്പോൾ അറിയുന്ന നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ അതോ പ്രസംഗിക്കാൻ മാത്രമേ ഉദ്ദേശിക്കും? പഠിപ്പിക്കാൻ നല്ല വിരുദ്ധമാണ്. പക്ഷേ അനുസരണം ഉപദേശിക്കാൻ തൊട്ട് തെറിച്ചിട്ടില്ല. അങ്ങനല്ല പ്രസംഗിക്കുന്നത്. ആദ്യം അനുസരിക്കണം. ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ ഉപദേശിമാരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ പറയും, ഒരു ഉപദേശി പ്രസംഗിക്കുന്നത് ആദ്യം അനുസരിക്കേണ്ടത് ഒരു ഉപദേശിയാണ്. 2, അങ്ങേരുടെ കുടുംബമാണ്, ഭാര്യ മകളല്ല. 3, അദ്ദേഹത്തിൻ്റെ സഭയാണ്. അതിൻ്റെ ആ ക്രമം, ഓർഡർ അങ്ങനെയാണ്. നമുക്കനുസരിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. 2, സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠനം. തന്നെ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു. അപ്പം നമുക്കവിടെ ഒരു തീരുമാനം എടുക്കാനുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനത്തിൽ ഞാനത് ചെയ്യും. ഞാൻ അവൻ്റെ വചനം പറയുന്ന പോലെ തന്നെ ചെയ്യും. അതാ ഇന്ന് വലിയ ക്ലാസ് രാത്രി വിളിക്കുമ്പോൾ ദൈവമക്കൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം, ഞാനവൻ്റെ വചനം ഞാനത് ചെയ്യും. യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ കേൾക്കാൻ മാത്രം ഇരിക്കാതെ, എൻ്റെ ഭാഷയാണ്, കേൾപ്പിക്കാൻ മാത്രമായിരിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിന് വേണ്ട ഡൂവേഴ്സിനെ, നോട്ട് ഹിയറേഴ്സ്. ഞാനോട് ചേർത്ത് കർത്താവ് പറഞ്ഞ വാക്കും എടുക്കുക.
മത്തായി സുവിശേഷം 7:24 ഇങ്ങനെ പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട ചെയ്യുന്നവനൊക്കെ. ആരാ എൻ്റെ ഈ വചനങ്ങൾ, ഈ പറഞ്ഞിട്ട വചനങ്ങളുടെ കാര്യമാണ്. അതിന് മുമ്പുള്ള 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിൻ്റെ 23 വരെ പറഞ്ഞിരിക്കുന്ന ഗിരിപ്രഭാഷകർ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ കേട്ടവരൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ആ കേട്ടവർ മുഴുവൻ ഭാഗ്യവാന്മാരായേ അല്ലേ? പ്രസംഗിക്കുന്നവരെന്ന് പറയായിരുന്നെങ്കിൽ ഞങ്ങൾ ഉപദേശന്മാരെല്ലാം രക്ഷപ്പെട്ടേനെ. വായിക്കുന്നവരെന്ന് പറയും, വായിക്കുന്നവർ മുഴുവൻ ഓക്കെ. കർത്താവ് അതിനെല്ലാം കൂടെ മുക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നവനൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി വചനം എന്തിനുള്ളതാ? പറ, ചെയ്യാനുള്ളത്, പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്, അനുസരിക്കാനുള്ളതാണ്. ഈ ക്ലാസ് കർത്താവിന് മഹത്വമാകുന്നത് എങ്ങനെയാണെന്ന് പറയാവോ? ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, നിൻ്റെ വചനം അനുസരിക്കാൻ ഞാൻ ഹൃദയംഗമായി തീരുമാനമെടുക്കുന്നു. നീ എന്നോട് എന്ത് പറഞ്ഞാലും അതാ ഡിസൈപ്പിൾഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ അതിലേക്ക് വരും കേട്ടോ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും കോംപ്രമൈസ് പരിപാടിയില്ല. പുസ്തകം പറഞ്ഞിരിക്കുന്ന അതേപോലെ, അതേ തൂക്കത്തിൽ, അതേ മൂർച്ചയിൽ, അതേ സ്നേഹത്തിൽ, അതേ വിശുദ്ധിയിൽ നമ്മൾ ചർച്ച ചെയ്യും. നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന ഈ രാത്രി ദൈവത്തിൻ്റെ പ്രസാദത്തിനായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനോട് പറയണം. സ്തോത്രം. വചനം പ്രമാണിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്? പക്ഷെ വചനം പ്രമാണിക്കണമെങ്കിൽ ഒറ്റ വാക്യം കൂടെ ഞാൻ കുറച്ച് കൺക്ലൂഡ് ചെയ്യാൻ പോവാം. ഞാൻ കുറച്ചുകൂടെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ അറിയാതെ പരിശുദ്ധാത്മ വെച്ച് മൂർച്ച കൂട്ടുക. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വെറും ഇൻസ്ട്രുമെൻ്റായിട്ട് നിൽക്കുക. പക്ഷേ ഇൻസ്പയർ ചെയ്തിട്ടായി മൂർച്ച അറിയാതെ കൂടി പോകുന്നു. ഒരു വാക്കും കൂടെ വായിച്ചു. യോഹന്നാൻ സുവിശേഷം 14:21. വേഗത്തിൽ യോഹന്നാൻ 14:21. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് ആ വാക്യം നോക്കി. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ. ആരാ കർത്താവിനെ സ്നേഹിക്കുന്നയാൾ? എൻ്റെ കൽപ്പനകൾ ലഭിച്ച് എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന വൺ ഹു ഒബേയ്സ് മൈ കമാൻഡ്മെൻറ്റ്സ്. അനുസരിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ. അവനാരാ? അവൻ എന്നെ സ്നേഹിക്കുന്നവനാ. സ്നേഹത്തിന് വേറെ നിർവചനമൊന്നുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നതിന് ആരാ കർത്താവിനെ സ്നേഹിക്കുന്നത്? വചനം അനുസരിക്കുന്നവൻ. വചനം പ്രസംഗിക്കുന്നവനെന്നല്ല, വചനം പഠിപ്പിക്കുന്നവനൊന്നുമല്ല. വചനം അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. പ്രസംഗിക്കേണ്ടതെന്നല്ല, പഠിപ്പിക്കേണ്ടതല്ല, അതൊക്കെ ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ്. പക്ഷെ മോർ ദാൻ ദാറ്റ്, അതിനേക്കാളെല്ലാം അപ്പുറമായി കർത്താവിന് വേണ്ടത് യേശുദാസൻ വചനം അനുസരിക്കുന്നവനാകണമെന്നാണ്. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് അനുസരിക്കുന്നവൻ. അങ്ങനെ ഞാൻ അന്ന് തിരുത്തുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. നോക്കി പറ, ആകുന്നു. യോഹന്നാൻ 14:21. ബാക്കി എന്നെ സ്നേഹിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു. അടുത്തത്, ഞാനും അവനെ സ്നേഹിക്കും. എന്നിട്ട് എന്ത് ചെയ്തു കൊടുക്കും? ഞാൻ അവനെ എന്നെ തുറന്നു കാണിക്കും. ഐ വിൽ റിവീൽ മൈസെൽഫ് ടു ഹിം. എൻ്റെ പ്രിയരെ, അതൊന്ന് അടിവരെ ഇടണം കേട്ടോ. എനിക്ക് ആ വചനം എത്ര പറഞ്ഞാലും തൃപ്തിയാകത്തില്ല.
എത്ര പ്രസംഗിച്ചാലും എനിക്ക് മതി വരാത്തൊരു വചനമാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ അങ്ങോട്ട് അത് ഈ വെളിപ്പാടെന്ന് പറയുന്നത് വെരി വെരി പേഴ്സണലാണ് കേട്ടോ. അടുത്തിരിക്കുന്ന ആൾക്ക് കിട്ടത്തില്ല. വചനം അനുസരിക്കുന്ന നിനക്ക് വേണ്ടി ഒരു വെളിപ്പാട് തരേ ക്രിസ്തു തന്നെ തന്നെ അങ്ങോട്ട് വെളിപ്പെടുത്തി തരും. അപ്പോൾ വചനമനുസരിക്കുന്നത് പ്രോഫിറ്റബിളാണ്, ലാഭകരമാണ്. വചനമനുസരിക്കുന്നത് നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? വചനമനുസരിച്ചാൽ എന്ത് കിട്ടും? അവിടെ ആ വാക്യത്തിൽ നമുക്ക് പറഞ്ഞേ, വചനമനുസരിച്ചാൽ എന്ത് കിട്ടും? ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ആ വെളിപ്പാട് തരുന്നതിന് മുൻപ് എന്ത് കിട്ടും? പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം. സ്നേഹം സ്നേഹം സ്നേഹത്തിനല്ലേ കുറവ്? പലപ്പോഴും സ്നേഹത്തിനാണ് കുറവ്. നമ്മുടെ ജീവിതത്തിൽ നോക്കി നമുക്ക് അർഹമായ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിൽ പോലും കണ്ടെന്ന് വരാം. ചോദിക്കുന്നില്ല. അതൊരു ഒരു പ്രശ്നമാണ് അല്ലേ? ജീവിതത്തിലൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രത്തോളം സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. അതിലൊരു മറുവശം കൂടെ ഉണ്ട്, കൊടുക്കുന്നുമില്ല എന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അത് ശരി. ഇങ്ങോട്ട് കാര്യമായിട്ട് സ്നേഹം കിട്ടുന്നില്ല എൻ്റെ അർത്ഥം ഒരളവിൽ. അങ്ങോട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആദ്യം മറ്റുള്ളവർക്ക്. അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പം നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അവിടെ നിൽക്കട്ടെ. എന്നാലും സ്നേഹം കിട്ടുന്നില്ല എന്നൊരു വേണ്ടുന്ന പോലെ സ്നേഹിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. ചിലപ്പോൾ കുടുംബത്തിനകത്താകാം, അല്ലെങ്കിൽ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം, എവിടെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ പറയുന്നു, വചനമനുസരിക്കുന്നവരെ പിതാവ് സ്നേഹിക്കും. അതിൻ്റെ വലിപ്പത്തിലൊന്ന് കണ്ടേ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നിന്നെ സ്നേഹിക്കുമെന്ന് വചനം അനുസരിച്ചാൽ തീർന്നില്ല. പുത്രൻ സ്നേഹിക്കും. ഈ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് പിന്നെ ലഭിക്കുന്ന വെളിപ്പാടാണ്. യേശുവിനെ തന്നെ തന്നെ ഇങ്ങോട്ട് വെളിപ്പെടുത്തി തരിക. അപ്പോൾ ആ ഇസ്കറിയാത്തവല്ലാത്ത യൂദ ചോദിച്ചു, അതെങ്ങനെയാണ് കർത്താവ്, അതെങ്ങനെയാണ് അടങ്ങുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 23 വാക്യങ്ങളുടെ ഭാഷ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. യേശുവിനോട്, എൻ്റെ സ്നേഹിക്കുന്നവൻ എൻ്റെ നോക്ക് അവിടെ ഞാൻ നിർത്തി, പിന്നെയും അവിടെ നിർത്തി വിളിക്കും. കൃത്യം പറഞ്ഞ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടോ? 79 ഒരു കാരണവശാലും 9 മുമ്പിലോട്ട് പോകത്തില്ല. പിന്നെ അറിയാനൊക്കെയല്ല, ചില സമയത്ത് യോഗങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ഇടപെടൽ വരാറുണ്ട്. ഇവിടെ നമ്മൾ ഒതുങ്ങി ചില ഭാഗം വന്നു കഴിഞ്ഞാൽ ഞാനും അറിയത്തില്ല, നിങ്ങളും അറിയത്തില്ല, പിടിച്ചെടുത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു പോയേക്കാം. മനഃപൂർവ്വം ചെയ്യത്തില്ല. ഞാനും 23 വാക്യം ഒന്നുകൂടെ, എന്നെ സ്നേഹിക്കുന്നവൻ പ്രമാണിക്കും. അടുത്തത്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്തത്, ഇവിടെ കാര്യം വ്യക്തത. നിങ്ങളതിൻ്റെ അർത്ഥം ഒന്ന് ഗ്രഹിച്ചിട്ട് പോയി. ഞാനിപ്പം നിർത്തി കൺക്ലൂഡ് ചെയ്യാൻ പോവാം. എന്താ കർത്താവായ യേശുവോടെ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്? വചനമനുസരിക്കുന്നവന് ആദ്യം പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹം അവന് കിട്ടും. അങ്ങനെ പറഞ്ഞത്, പിതാവും സ്നേഹിക്കും, ഞാനും സ്നേഹിക്കും. വേണോ? വേണ്ടേ? ആർക്കാ കിട്ടുന്നത്? വചനമനുസരിക്കുന്നവർ, വചനം പ്രമാണിക്കുന്നവർ. പക്ഷെ ഇപ്പോൾ ഇവിടെ പറയുക, ഞങ്ങൾ, അതെ, പിതാവും പുത്രനും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നിങ്ങളതിൻ്റെ അർത്ഥം നല്ലവണ്ണം സ്വീകരിക്കുന്നുണ്ട്. ഹൃദയം നല്ലവണ്ണം തോന്നേ. വചനമനുസരിക്കുന്നവൻ്റെ കൂടെ പിതാവും പുത്രനും
ഇറങ്ങി വന്ന് അവൻ്റെ കൂടെ ഇതിൽ പലൊരു ഭാഗ്യം പറയാനുണ്ട്. നമുക്കത് ആസ്വദിക്കാൻ പറ്റുമോ? നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? സ്നേഹിതരെ, ക്രിസ്ത്യൻ ജീവിതം കൊണ്ട് എൻജോയ് ചെയ്യാന്നുള്ളത് നമ്മുടെ കൂടെ, നമ്മുടെ ഓരോ സ്റ്റെപ്പിലും പിതാവായ പുത്രനായ ദൈവം, ഇവർ രണ്ടുപേരും കൊണ്ടുള്ള പരിശുദ്ധാത്മാവുകളുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒത്തു വസിക്കുന്ന ജീവിതഗതി. ഇതാണ് ഈ പഠനത്തിൻ്റെ എല്ലാം അൾട്ടിമേറ്റായിട്ട് സംഭവിക്കുന്നത്. നീ ഒരിക്കലും തനിച്ചല്ല കേട്ടോ. ആർക്കും ഇതിനെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഒറ്റപ്പെടുത്തലല്ല, ദൈവത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടാലാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഈ ലോകത്തിന് പോലും അവനെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ 112 സംഗീതം വിളിക്കില്ലേ, അയാൾ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യന് ഈ ലോകത്തിന് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? 3 കാര്യങ്ങളെ ചർച്ച ചെയ്തുള്ളൂ. ഇവിടെ നിർത്തുക. വേദപുസ്തക പഠനം കർത്താവ് പറഞ്ഞിരിക്കുന്നു നമ്മൾ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റായിട്ടുള്ള ഫ്രീഡം എൻജോയ് ചെയ്യാൻ, ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ഒരു തരത്തിലും മൈൻഡിങ് ഇല്ലാതെ ജീവിക്കാൻ. വിശദീകരണമൊക്കെ ആവശ്യമുള്ള പിന്നെ പയ്യെ കുറച്ച് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകും. വളരെ കേട്ടോ. അടുത്തത്, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കണം, അതിന് തികഞ്ഞവനാകണം. അതിന് ഉപദേശിക്കാനും ശാസിക്കാനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും ഒക്കെ വചനം തന്നിരിക്കുകയാണ്. വചനം കൊണ്ട് ആ ആത്യന്തിക ലക്ഷ്യത്തിലെത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഓർത്ത് പ്രാർത്ഥിക്കുക, പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. പരമാവധി ദൈവമക്കളെ കൂട്ടിവരുത്തണം. എത്ര പേരെ കൂട്ടിവരുത്തോ? രക്ഷിക്കപ്പെടാത്തവരെ കൂട്ടിവരുത്തണം, രക്ഷിക്കപ്പെട്ടവരെ കൂട്ടിവരുത്തണം. ആരെയും പിടിച്ചിങ്ങോട്ട് ചേർക്കാനൊന്നുമല്ല, എല്ലാവരും വചനം കേട്ടവരെ കർത്താവ് തികഞ്ഞവരാക്കിയെടുക്കാനായിട്ട് നമുക്കൊരുമിച്ച് ഈ പാലായിലൊന്ന് യത്നിക്കാൻ ദൈവദാസന്മാരോടും സഭകളോടുള്ള പങ്കുവെച്ച് പരമാവധി ആളുകൾ വരട്ടെ. നമുക്കൊരു നല്ല ആത്മീകത, ഉണർവ് എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം മനസ്സിലാക്കാൻ, ഞാൻ മീൻ ചെയ്യുന്ന അർത്ഥമാണോ ഉണർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു ബോധത്തിലേക്ക്, സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിലേക്ക്, ഞാനും നീയും ഒരപ്പൻ്റെ മക്കളാണെന്ന് പരസ്പരം തിരിച്ചറിയുന്ന ആത്മീയ സുബോധത്തിലേക്ക് നമുക്ക് ആത്മീയ മണ്ഡലത്തെ പറ്റുന്നിടത്തോളം നടക്കിക്കൊണ്ട് വരാൻ ഈ വേദപുസ്തക പഠനം മുഖാന്തരമായി തീരേണ്ടതിനായിട്ട് കണ്ടു വളയ്ക്കാം. ഈ കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ വചനം അനുസരിക്കുന്നതാവേ, ഞാൻ അങ്ങയുടെ വചനം അനുസരിക്കും, ഞാൻ എന്നെ സ്നേഹിക്കും, ക്രിസ്തുവിൽ തികഞ്ഞവനാകാൻ, യഥാർത്ഥ ശിഷ്യനാകാൻ, ഞാൻ സകല സൽപ്രവർത്തിക്ക് വകവാഴ്ച തികഞ്ഞവനാകാൻ, ഞാൻ വചനം അനുസരിക്കുമെന്ന് ഉടമ്പടിയോടുകൂടെ നമുക്കായിരിക്കാം. പ്രാർത്ഥന.